വലിയൊരു സന്തോഷം എന്ന് എപ്പോഴും ഞാൻ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒന്ന്, അദ്ദേഹത്തിൻ്റെ 2 പ്രധാനപ്പെട്ട കൃതികളുടെ ആദ്യ വായനക്കാരൻ ഞാനാണെന്നുള്ളതാണ്. അപ്പോൾ ആ ഡോക്ടർ ചോദിച്ചു, ഈ 89-ാം വയസ്സിൽ 35 പേജ് വായിച്ചാൽ പോരെ, പ്രഭാകരൻ പഴശ്ശിയെ പോലുള്ളവർ. പക്ഷേ അവരാരും അത് പൂർത്തിയാക്കാതെ വന്ന സമയത്ത് ഞാൻ തന്നെ ആ ദൗത്യം നേരിട്ട് ഏറ്റെടുക്കുകയാണ്. പുതിയ കാലത്തെ കുട്ടി കുറേ പുസ്തകങ്ങളിൽ നിന്ന് ഒരു പുസ്തകം തിരഞ്ഞെടുക്കുന്നതിൽ ആദ്യത്തെ മാനദണ്ഡം എന്ന് പറയുന്നത് അതിൻ്റെ കെട്ടും മട്ടുമാണ്. കുട്ടി ഇന്നത്തെ കുട്ടി പോലെ തന്നെ ഉണ്ടാവുള്ളൂ. കുട്ടിയെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് മാറേണ്ടത് ബാലസാഹിത്യകാരന്മാരാണ്. കുട്ടി എന്ന് പറഞ്ഞാൽ ആൺ പെണ്ണ് ഒരുമിച്ച് ചേർന്ന ഒരു കുട്ടി എന്ന സങ്കല്പത്തിലേക്ക് മാറിയപ്പോൾ അവനെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിലുള്ള പഠന ഉപകരണങ്ങളാണ്, പഠന രീതികളാണ് പാഠപുസ്തകങ്ങളിലൂടെ ഉണ്ടാകേണ്ടത്. വസ്തുതാപരമായ പുസ്തകങ്ങൾ ഒരിക്കലും സർഗാത്മക പുസ്തകങ്ങളായി മാറുന്നില്ല. അത് നമുക്ക് ആവശ്യവുമില്ല. ബാലസാഹിത്യത്തിൽ ശരിക്കും ഒരു അവാർഡ് പോലെയാണ് കുട്ടികളുടെ പ്രതികരണങ്ങൾ വരുന്നത്. ഈ 3-ാം ക്ലാസ്സിലെ ഈ കുട്ടിയുടെ ഈ കത്ത് കണ്ട് സന്തോഷിച്ചിട്ട് ഞാൻ എൻ്റെ ഒരു പുസ്തകത്തിൻ്റെ ഒരു കോപ്പി ആ കുട്ടിക്ക് അയച്ചു കൊടുത്തു. ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഉണ്ട് 42 കാർഡുകൾ എനിക്ക് വരികയാണ്. കോഴിക്കോടുള്ള ഉറൂബിനെ അറിയുന്നു, എസ് കെ പൊറ്റക്കാടിനെ അറിയുന്നു, NP മുഹമ്മദിനെ അറിയുന്നു, KT മുഹമ്മദിനെ അറിയുന്നു, വക്കം മുഹമ്മദ് ബഷീറിനെ അറിയുന്നു. വായനയുടെ ആനന്ദാനുഭൂതിയിലേക്ക് വീണുപോയ കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പിന്നീട് ഒരിക്കലും അതിന് തിരിച്ചു കയറാൻ പറ്റില്ല. അവർ നല്ല വായനക്കാരായി മാറിക്കൊണ്ടിരിക്കുക. ാം വയസ്സ് ആവുന്നതിൻ്റെ കുറച്ച് മുമ്പാണ് അദ്ദേഹം നമ്മളെയൊക്കെ വിട്ടു പിരിഞ്ഞത്. 92 എന്ന് പറയുന്നത് മരണത്തിനൊരു അസ്വാഭാവികമായിട്ടുള്ള പ്രായമൊന്നും അല്ലെങ്കിലും ഇല്ലാതായത് MT ആണെന്നുള്ളത് എന്നെപ്പോലെ അദ്ദേഹവുമായിട്ട് ഒരുപാട് അടുത്ത ബന്ധമുള്ളവർക്ക് ഒരു വലിയ ശൂന്യത സൃഷ്ടിച്ചിട്ടുണ്ട്. ഒരു പിടിവള്ളി എവിടെയൊക്കെയോ നഷ്ടപ്പെട്ടു പോയ, ഒരു സംരക്ഷണ വലയോ എവിടെയൊക്കെയോ നഷ്ടപ്പെട്ടു പോയ ഒരു അനുഭവത്തിലാണ് ഞാനിപ്പോൾ ഇരുന്നുകൊണ്ട് ഈ MTയെക്കുറിച്ച് സംസാരിക്കുന്നത്. ഏതാണ്ട് 30 കൊല്ലമായിട്ട് അദ്ദേഹത്തെ എനിക്കറിയാം. മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ അദ്ദേഹത്തോടൊപ്പം ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. അദ്ദേഹം മരണം വരെ തിരൂർ തുഞ്ചൻ സ്മാരക ട്രസ്റ്റിൽ അദ്ദേഹമാണ് ചെയർമാൻ. അതിൻ്റെ കോർഡിനേറ്ററായിട്ട് ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ പത്രപ്രവർത്തന രംഗത്തെ ഒരു ബാലപാഠങ്ങളെല്ലാം എനിക്ക് പകർന്നു തന്ന ഒരാളാണ് MT വാസുദേവൻ നായർ സാറ്. 4-4.5 വർഷത്തോളം ആഴ്ചപ്പതിപ്പിൽ അദ്ദേഹത്തോടൊപ്പമായിരുന്നു. എല്ലാ ദിവസവും അദ്ദേഹത്തെ കാണുകയും അദ്ദേഹത്തോട് ആഴ്ചപ്പതിപ്പിൻ്റെ ഉള്ളടക്ക കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. പിന്നെ വലിയൊരു സന്തോഷം എന്ന് എപ്പോഴും ഞാൻ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒന്ന്, അദ്ദേഹത്തിൻ്റെ 2 പ്രധാനപ്പെട്ട കൃതികളുടെ ആദ്യ വായനക്കാരൻ ഞാനാണെന്നുള്ളതാണ്. ഒന്ന്, രമണൻ്റെ വാർഷിക സമയത്ത്, സുവർണ ജൂബിലി സമയത്ത് ഞാനും ആഴ്ചപ്പതിപ്പിലുണ്ടായിരുന്ന സഹദേവനും കൂടി സാറിനെ കൊണ്ട് നിർബന്ധിച്ച് എഴുതിച്ച ഒരു ലേഖനം. അത് പ്രസ്സിലേക്ക് പോണതിൻ്റെ തൊട്ട് മുമ്പായിട്ട് അത് എനിക്ക് അദ്ദേഹം എഴുതിയ കോപ്പി വലിച്ചു കയറി തന്നിട്ട്, ഒരു പാഡിൽ നിന്നാണ് വലിച്ചു കയറി തന്നതിന് ശേഷം അതൊന്ന് വായിച്ചു നോക്കണമെന്ന് പറയുകയും അത് പെട്ടെന്ന് എൻ്റെ നിന്ന് തിരിച്ചു വാങ്ങിയിട്ട് അതിൽ രമണീയം ഒരു കാലം എന്ന് പറഞ്ഞ് ഹെഡിങ് ഇടുകയും ചെയ്തത് അദ്ദേഹമാണ്. അപ്പോൾ ആ പുസ്തകം ആദ്യമായിട്ട് വായിച്ചത് ഞാനാണ്. ലോകത്തെ ആദ്യത്തെ വായനക്കാരന് രമണീയം ഒരു കാലത്തിൻ്റെ എന്ന് പറയുന്നൊരു സന്തോഷം. പിന്നെ അദ്ദേഹം ചൈനയിലൊരു സാഹിത്യ സംവാദ പരിപാടിക്ക് പോയിരുന്നു. തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞിട്ടൊരു യാത്രാവിവരണം അദ്ദേഹം എഴുതുകയുണ്ടായി. 4-5 ലക്കങ്ങളായി മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ പ്രസിദ്ധീകരിച്ച വൻകടലിലെ തുഴവള്ളക്കാർ, ചൈന യാത്രയുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു, അതും ആദ്യം വായിച്ച ഒരാൾ ഞാനാണ്. പിന്നെ അതുകൂടാതെ ഈ 4-4.5 വർഷത്തോളം ആഴ്ചപ്പതിപ്പിൽ എപ്പോഴും അദ്ദേഹത്തോടൊപ്പം ഉണ്ടാവുക എന്ന് പറയും. ഞാനിരുന്ന മുറിയുടെ മുന്നിലൂടെ വേണം അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് പോകാനായിട്ട്. രാവിലെയും വൈകുന്നേരവും കാണുന്നു. ആഴ്ചപ്പതിപ്പിൻ്റെ കാര്യങ്ങൾ തുടർച്ചയായിട്ടൊക്കെ വളരെ കുറച്ച് മാത്രം സംസാരിക്കുന്ന MT പലപ്പോഴും വിഷയങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നന്നായി സംസാരിക്കുന്ന ഒരാളായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ മാതൃഭൂമിയിൽ നിന്ന് സ്വയം വിരമിച്ച ശേഷം അദ്ദേഹം ചെയർമാനായിട്ടുള്ള തിരൂർ തുഞ്ചൻപറമ്പിൻ്റെ കോർഡിനേറ്ററായി എന്നെ ക്ഷണിക്കുകയും അങ്ങനെ ഞാൻ അവിടെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു സഹായിയായിട്ട് ചെയ്യുന്നൊരു അവസ്ഥയിലാണുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ദിവസം വളരെ യാദൃച്ഛികമായിട്ട് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം എഴുതുക എന്ന് പറയുന്ന ഒരു വലിയ ഭാരിച്ച ഉത്തരവാദിത്വം എൻ്റെ മേൽ വന്ന് വീഴുകയാണ്. അത് അദ്ദേഹത്തിനോട് താല്പര്യമുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ വലിയൊരു ദൗത്യമാണ് എന്നറിഞ്ഞിട്ട് കൂടി അത് ഏറ്റെടുക്കുകയും ഒരു 1-1.5 വർഷത്തോളം സ്ഥിരമായി അദ്ദേഹത്തിൻ്റെ കോഴിക്കോട് ബാലങ്കേ നായർ റോഡിലുള്ള ഫ്ലാറ്റിൽ പോയിരുന്ന അദ്ദേഹത്തോട് സംസാരിച്ച് അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങൾ ഒന്നൊന്നായി എൻ്റെ മുന്നിലേക്ക് വരികയും അങ്ങനെ ആ ജീവചരിത്രം എഴുത്ത് വലിയൊരു പുസ്തകമായിട്ട് തന്നെയാണ് അത് ഉദ്ദേശിച്ചിട്ടുള്ളത്. ആ ജീവചരിത്രം എഴുത്ത് അദ്ദേഹത്തിൻ്റെ വിവിധ മേഖലകളിൽ നിറഞ്ഞു നിന്ന ഒരു സാന്നിധ്യമായിരുന്നു. പ്രതിഭാശാലിയായ ബഹുമുഖ വ്യക്തിത്വത്തിനുടമയായിരുന്നു MT. അത് ഓരോന്നും അദ്ദേഹത്തെ കേട്ടതും പിന്നീട് ഞാൻ എൻ്റെ പത്രപ്രവർത്തക മനസ്സനുസരിച്ച് അന്വേഷിച്ചതുമായിട്ടുള്ള വിവരങ്ങളെല്ലാം ചേർത്ത് ആധികാരികമായിട്ടുള്ള ഒരു ജീവചരിത്ര പുസ്തകമാണ് അത്. പക്ഷേ ഒരു സങ്കടം, അത് പുസ്തകം പൂർത്തിയാക്കി അദ്ദേഹത്തിന് ആദ്യ പ്രതി അദ്ദേഹത്തിന് കൊടുക്കണമെന്നും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ അത് പ്രകാശനം ചെയ്യണമെന്നുള്ളൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ വിധി അതിന് അനുവദിച്ചില്ല. ഈ കഴിഞ്ഞ ക്രിസ്മസ് രാവിൽ അദ്ദേഹം നമ്മെ വിട്ടു പിരിഞ്ഞു. എങ്കിലും ആ പുസ്തകം അദ്ദേഹത്തിന് കൊടുക്കുന്ന ഒരു കാണിക്കയായി, ഒരു അക്ഷര ദക്ഷിണയായിട്ട് ഞാൻ വിചാരിക്കുന്നു.
നാളത്തെ തലമുറയ്ക്ക് എം ടി ആരായിരുന്നു എന്ന് ഏറ്റവും ആത്മാർത്ഥമായി, ഏറ്റവും സത്യസന്ധമായി അവതരിപ്പിക്കുന്ന ഒരു പുസ്തകം എന്ന നിലയിലാണ് ആ പുസ്തകം രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. അതിന് അദ്ദേഹത്തിൻ്റെ എത്ര 1.5 വർഷത്തോളം ഒരു മണിക്കൂർ വെച്ചിട്ട് എത്ര അദ്ദേഹത്തിൻ്റെ സമയം അതിനു വേണ്ടി ചിലവഴിച്ചു എന്നുള്ളത് എനിക്ക് വലിയ ഒരു സന്തോഷം തരുന്നൊരു കാര്യമാണ്. കാരണം അത്രയേറെ മനസ്സ് തുറന്ന, എൻ്റെ അടുത്ത് മനസ്സ് തുറന്ന അത്രയും അദ്ദേഹം മറ്റവരുടെ അടുത്തും ജീവിതാനുഭവങ്ങളുടെ കാര്യത്തിൽ മനസ്സ് തുറന്നിട്ടുണ്ടാവില്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. എം ടിയുടെ വായനക്കാരനെ പറ്റി പറയുമ്പോൾ എനിക്ക് നേരിട്ട് അനുഭവമുള്ള ഒരു കാര്യമുണ്ട്. അദ്ദേഹത്തിന് കണ്ണിന് വയ്യാതായി. സ്ഥിരം ചികിത്സിക്കുന്ന ഡോക്ടർ ഇല്ലാത്ത സമയത്ത് കോഴിക്കോട് നഗരത്തിൽ തന്നെയുള്ള ഒരു വനിതാ ഡോക്ടറുടെ അടുത്ത്, ഐ സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്ത് പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹം അവിടെ ചെന്ന് ഡോക്ടർ ചോദിച്ചു എന്താ പ്രശ്നം. അപ്പോൾ ഇത് 89ാമത്തെ വയസ്സിലുണ്ടായ സംഭവമാണ്. എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചാൽ പറഞ്ഞു, എനിക്ക് കണ്ണിന് ഭയങ്കര സ്ട്രെയിൻ ഉണ്ട്, ഒരു 35 പേജിൽ കൂടുതലൊന്നും എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല, അപ്പോഴേക്കും കണ്ണ് വല്ലാതെ അസ്വസ്ഥമാകുന്നു, അപ്പോൾ അതിനെന്തെങ്കിലും ഒരു പ്രതിവിധി വേണമെന്ന് പറഞ്ഞപ്പോൾ ഈ ഡോക്ടർ ചോദിച്ചു എത്ര വയസ്സായി എന്ന് ചോദിച്ചു. അപ്പോൾ 89 എന്ന് പറഞ്ഞു. എടുത്ത വാക്കിന് ഈ ഡോക്ടർക്ക് എം ടി അവസ്ഥ എന്നാൽ ആരാണെന്ന് അറിയാത്തൊരു ഡോക്ടറാണെന്നുള്ള യാഥാർത്ഥ്യമാണ്. അപ്പോൾ ആ ഡോക്ടർ ചോദിച്ചു ഈ 89ാം വയസ്സിൽ 35 പേജ് വായിച്ചാൽ പോരെ, ബാക്കി അടുത്ത ദിവസം വായിച്ചാൽ പോരെ എന്ന് ചോദിച്ചപ്പോൾ വളരെ ക്ഷുഭിതനായി അദ്ദേഹം അവിടെ നിന്ന് എഴുന്നേറ്റ് പുറത്തു വരികയും പുറത്ത് കാത്തു നിന്ന ഡ്രൈവറുടെ അടുത്ത് ഇത് നിങ്ങൾക്കൊന്നും വായനയെപ്പറ്റി പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് പറയുകയും ചെയ്തത്. കാരണം ജീവിതത്തിൽ അദ്ദേഹം വായിച്ചത്രയും വായിച്ചവർ വളരെ ചുരുക്കം തന്നെയായിരിക്കും. ഏത് കാലത്തും അദ്ദേഹത്തിൻ്റെ എഴുത്തിൻ്റെ ഒരു പ്രത്യേകത അതാണ്. അദ്ദേഹം കാലത്തിനൊപ്പം നടന്നൊരു എഴുത്തുകാരനായിരുന്നു. ഇപ്പോൾ ആദ്യകാലത്ത് ഇരട്ടിൻ്റെ ആത്മാവിൽ നിന്ന് കാഴ്ച എന്ന് പറയുന്ന അവസാനത്തെ കഥയിലേക്ക് എത്തുമ്പോൾ, ഷെർലക്കിലേക്ക് എത്തുമ്പോഴൊക്കെ വരുന്ന വലിയ മാറ്റം അദ്ദേഹത്തിന് ഉൾക്കൊള്ളാനായിട്ട് സാധിച്ചത് അദ്ദേഹം വിശ്വസാഹിത്യത്തോടൊപ്പം നടന്നു എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഏത് സമയത്തും വായിക്കുകയും, ഇപ്പോൾ ഞങ്ങൾ തിരൂരേക്കുള്ള ഒരുമിച്ചുള്ള യാത്രകളിലൊക്കെ എപ്പോഴും 2-3 പുസ്തകം അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടാവും. എപ്പോഴും സംസാരിക്കുമ്പോൾ എഴുത്തുകാരെക്കുറിച്ച്, ഹെമിംഗ്വേയെക്കുറിച്ചൊക്കെ അദ്ദേഹം എത്രയോ വട്ടം നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എനിക്ക് ഓർമ്മയുണ്ട്. വായന എന്ന് പറയുന്നത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നിലനിൽപ്പിൻ്റെ ഒരു പ്രശ്നമായിരുന്നു. അവസാനം തീരെ വയ്യാതായ സമയത്ത് സ്പോൺലൈറ്റിസിൻ്റെയും കണ്ണിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുള്ള സമയത്തും അദ്ദേഹം വളരെ വിഷമിച്ച് പുസ്തകങ്ങളുടെ പേജുകൾ മറിച്ച് വായിക്കുന്നത് കണ്ട ആളാണ് ഞാൻ. വായിക്കാതെ എനിക്ക് ജീവിക്കാൻ വയ്യ എന്ന് അദ്ദേഹം ഒരിക്കൽ എന്നോട് പറയുകയും ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ ആ വായന, സമകാലികമായിട്ടുള്ള വായന, നിരന്തരമായിട്ടുള്ള വായന, അനിവാര്യമായിട്ടുള്ള വായനയായിരിക്കണം എം ടിയെ കാലത്തിനൊപ്പം സഞ്ചരിച്ച ഒരു സാഹിത്യകാരനാക്കി മാറ്റിയതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ എൻ്റെ മലയാളം ബിരുദാനന്തര ബിരുദവും ഒക്കെ പഠിച്ച സമയത്ത് ഒരുപാട് സാഹിത്യ ചരിത്രങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ചെറുകഥയ്ക്കാണെങ്കിൽ 2 പ്രസിദ്ധമായിട്ടുള്ള സാഹിത്യ ചരിത്രമുണ്ട്, നോവലിനുണ്ട്, നാടകത്തിനുണ്ട്, കവിതയ്ക്കുണ്ട്. കവിതാ സാഹിത്യത്തിൽ ലീലാവതി ടീച്ചർ സാഹിത്യ ചരിത്രമൊക്കെ വളരെ പ്രസിദ്ധമാണ്. പക്ഷേ അപ്പോഴൊക്കെ ഞാൻ ആലോചിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് മലയാള ബാലസാഹിത്യത്തിനൊരു ചരിത്രമില്ല എന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വളരെ കാലം ഞാൻ അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയും ഇങ്ങനെ ഒരു ചരിത്രം ഉണ്ടായാൽ കൊള്ളാമെന്നുള്ള ആഗ്രഹം മനസ്സിൽ സൂക്ഷിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ വളരെ കാലം കഴിഞ്ഞിട്ടും ഞാൻ ഒരുപാട് ബാലസാഹിത്യ പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടും ബാലസാഹിത്യത്തിനൊരു ചരിത്ര പുസ്തകം ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ 1-2 പേരത് ചെയ്യാൻ, സി പി പള്ളിപ്പുറത്തെ പോലെ, ബിമൽ കുമാർ രാമങ്കരിയെ പോലെയുള്ളവരൊക്കെ ചെയ്യുന്നു എന്ന് പറഞ്ഞിരുന്നെങ്കിലും, പ്രഭാകരൻ പഴശ്ശിയെ പോലുള്ളവർ, പക്ഷേ അവരാരും അത് പൂർത്തിയാക്കാതെ വന്ന സമയത്ത് ഞാൻ തന്നെ ആ ദൗത്യം നേരിട്ട് ഏറ്റെടുക്കുകയാണ്. കാരണം ബാലസാഹിത്യത്തിന് വേണ്ടി ജീവിതം തന്നെ സമർപ്പിച്ച പി നരേന്ദ്രനാഥിനെ പോലെ, കുഞ്ഞുണ്ണി മാഷിനെ പോലെ, അതുപോലെ തന്നെ മാലിയെ പോലെ, നന്ദനാരെ പോലെയൊക്കെയുള്ള ആളുകൾ നമ്മുടെ കൂടെ ഉണ്ട്. പക്ഷേ അതിനുശേഷം ശിവദാസ് സാറാണെങ്കിലും, അതുപോലെ തന്നെ സി പി പള്ളിപ്പുറം, കെ വി രാമനാഥൻ മാഷാണെങ്കിലും, സുമംഗല ചേച്ചിയാണെങ്കിലും ഒക്കെ ബാലസാഹിത്യത്തിന് വേണ്ടി മാത്രം ജീവിതം സമർപ്പിച്ചവരാണ്. പക്ഷേ അവരെവിടെയും സാഹിത്യത്തിൻ്റെ ചരിത്ര ഭൂമികയിൽ എവിടെയും ഇല്ലാതെന്ന് വരുന്നത് വളരെ സങ്കടമുള്ളൊരു കാര്യമാണ്. ഇത്രയും വർഷം, നൂറ്റാണ്ട് പഴക്കം, നൂറ്റാണ്ടൊന്നും അല്ല ബാലസാഹിത്യത്തിൻ്റെ പഴക്കം. കാരണം ആദ്യകാലത്ത് അജ്ഞാതകർത്തൃകങ്ങളായിട്ടുള്ള ഒരുപാട് കഥകൾ, മുത്തശ്ശിമാരും പറഞ്ഞ നാടോടി കഥകളുടെയൊക്കെ ആയിട്ടുള്ളൊരു വലിയ ഭണ്ഡാകാരം തന്നെ നമുക്കുണ്ട്. അതിനുശേഷം പുനരാഖ്യാനങ്ങളുടേതായൊരു ലോകം വരുന്നു, സർഗാത്മകമായ ബാലസാഹിത്യത്തിൻ്റെ ലോകം വരുന്നു, വൈജ്ഞാനിക സാഹിത്യം, ഗണിത സാഹിത്യം ഒക്കെ തന്നെ ബാലസാഹിത്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിനൊരു ചരിത്രം ഇല്ലാതാവുന്ന ഒരു നീതികേടാണ് എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ അങ്ങനൊരു പുസ്തകം എഴുതാനായിട്ട് തയ്യാറായത്. അല്ലെങ്കിൽ എനിക്കൊരു, ഞാൻ പലയിടത്തും സൂചിപ്പിച്ച ഒരു ആശങ്ക എനിക്കുണ്ടായിരുന്നു. ബാലസാഹിത്യത്തിൽ വളരെ സജീവമായി പങ്കെടുക്കുന്ന, സജീവമായി പ്രവർത്തിക്കുന്ന എന്നെ ഞാൻ എവിടെ ഈ ചരിത്രത്തിൽ പ്ലേസ് ചെയ്യും എന്നുള്ളൊരു വലിയ ഒരു ആശങ്ക എനിക്കുണ്ടായിരുന്നു. പക്ഷേ അത് വളരെ വസ്തുനിഷ്ഠമായി മാത്രം നോക്കിക്കണ്ടുകൊണ്ട് ഏതാണ്ട് ഒരു 4-5 വർഷത്തെ നിരന്തരമായ പരിശ്രമങ്ങളുടെ ഫലമായിട്ടാണ് പൂർണ്ണ പബ്ലിക്കേഷൻസ് മലയാള ബാലസാഹിത്യ ചരിത്രം എന്ന് പറഞ്ഞ് 2 വോളിയങ്ങളായി 1500 പേജുകളോളം വരുന്ന പുസ്തകം പുറത്തിറക്കിയത്. ഇപ്പോൾ എനിക്കൊരു സമാധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റെല്ലാ സാഹിത്യ ശാഖകളെയും പോലെ മലയാള ബാലസാഹിത്യത്തിനൊരു ചരിത്രമുണ്ടായി. ആ ചരിത്രം ഉണ്ടാകേണ്ടത് അനിവാര്യമായിരുന്നു. ഞാനതിനൊരു നിമിത്തമായി എന്ന് മാത്രം കരുതുന്നു. എന്തായാലും മലയാള ബാലസാഹിത്യത്തിന് വേണ്ടി പ്രവർത്തിച്ചവർക്ക്, ഇനി വരാനിരിക്കുന്നവർക്ക് വളരെ ധന്യമായ ഒരു പൈതൃകവും പാരമ്പര്യവും മലയാള ബാലസാഹിത്യത്തിനുണ്ടായിരുന്നു എന്ന് അടിവരയിടുന്ന ഒരു പുസ്തകം എന്നതാണ് ആ പുസ്തകം എനിക്ക് തരുന്ന ഒരു സംതൃപ്തി.
മുമ്പത്തെ പുസ്തകങ്ങൾ ബാലസാഹിത്യം മാത്രമല്ല എല്ലാ മേഖലയിലുള്ള പുസ്തകങ്ങളിലും മുമ്പെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കണ്ടൻറ്റ് മാത്രം നോക്കി ആളുകൾ വായിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിൽ നിന്നും മാറിയിട്ടുണ്ട്. പുതിയ കാലത്തെ കുട്ടി കുറേ പുസ്തകങ്ങളിൽ നിന്ന് ഒരു പുസ്തകം തിരഞ്ഞെടുക്കുന്നതിൽ ആദ്യത്തെ മാനദണ്ഡം എന്ന് പറയുന്നത് അതിൻ്റെ കെട്ടും മട്ടുമാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. പ്രത്യേകിച്ച് പ്രീ പ്രൈമറി വിഭാഗത്തിൽപ്പെട്ട പുസ്തകങ്ങളിലൊക്കെ തന്നെ കണ്ടൻറ്റിനേക്കാൾ അപ്പുറത്തേക്ക് അതിൻ്റെ ചിത്രങ്ങളും അതിൻ്റെ ലേഔട്ടും ഒക്കെ മാറുന്നൊരു കാലത്ത് ഏറ്റവും വിദഗ്ധമായിട്ട് രൂപകൽപ്പന ചെയ്യേണ്ട ഒന്നാണ് ബാലസാഹിത്യ പുസ്തകങ്ങളെന്ന് പറയുന്നത്. കാരണം കുട്ടിയുടെ കയ്യിൽ അവന് ഒരു അനന്ത സാധ്യതകളുള്ള ഒരുപാട് മൊബൈൽ ഫോണാണെങ്കിലും ഈ റീഡറാണെങ്കിലും അതുപോലുള്ള എല്ലാ ആധുനിക സാങ്കേതിക വിദ്യകളും അവൻ്റെ മുന്നിൽ വളരെ സുലഭമായിരിക്കുക, അതിനെ മറികടക്കുന്ന ഒരു രൂപഭംഗിയും അതിനെ മറികടക്കുന്ന ഒരു ആശയ സമ്പത്തും സമഞ്ജസമായി സമ്മേളിപ്പിച്ചുകൊണ്ട് അവന് സമ്മാനിപ്പിക്കാൻ സാധിക്കുമെങ്കിൽ മാത്രമേ ഒരു ബാലസാഹിത്യ പുസ്തകം ശ്രദ്ധേയമാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഒന്നാംകിട ചിത്രകാരന്മാരും ഒന്നാംകിട ലേഔട്ട് ആർട്ടിസ്റ്റുകളും തന്നെ വേണം ഇന്ന് ബാലസാഹിത്യ പുസ്തകങ്ങൾ രൂപകൽപ്പന ചെയ്യാനെന്നുള്ളത്. ഒറ്റ നോട്ടത്തിൽ തന്നെ കുട്ടിയുടെ ഉള്ളിലേക്ക് അത് തറച്ച് കയറുന്ന അവനെ അത് എടുത്ത് വായിക്കാനായിട്ടൊന്ന് മറിച്ച് നോക്കാനെങ്കിലും പ്രേരിപ്പിക്കുന്ന ഒന്നായി മാറ്റുന്ന രൂപകൽപ്പന വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അവൻ്റെ കയ്യിലുള്ള മൊബൈലിനെ പോലെ അല്ലെങ്കിൽ അവൻ്റെ കയ്യിലുള്ള മറ്റ് ആധുനിക സാങ്കേതിക വിദ്യകളിലൊക്കെയുള്ള വലിയ മാസ്മരികതയുണ്ട്, വലിയ വിസ്മയങ്ങളുണ്ട്. അതിനപ്പുറത്തേക്കുള്ള വിസ്മയങ്ങൾ അടക്കം ചെയ്ത കൗതുകകരമായിട്ടുള്ള പുസ്തകങ്ങൾ, വിജ്ഞാനപ്രദമായിട്ടുള്ള പുസ്തകങ്ങൾ, അത് ഏറ്റവും മനോഹരമായി രൂപകൽപ്പന ചെയ്ത പുസ്തകങ്ങൾ അവന് സമ്മാനിക്കുമെങ്കിൽ ഒരുപക്ഷെ അവന് അത്തരത്തിലുള്ള നൈമിഷികമായ ആഹ്ലാദങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് അവൻ അക്ഷരങ്ങളുടെ ലോകത്തേക്ക്, പുസ്തകങ്ങളുടെ ലോകത്തേക്ക്, ചിത്രങ്ങളുടെ ഈ മനോഹരമായ ലോകത്തേക്കൊക്കെ തിരിച്ചു വരുമെന്നുള്ളതാണ് എൻ്റെ ഒരു പ്രതീക്ഷ കണക്കുകൂട്ടൽ. അടുത്ത കാലം വരെ ഞാൻ വിചാരിക്കുന്നത് കഥയിലും നോവലിലും കവിതയിലും മറ്റ് സാഹിത്യ മേഖലകളിലൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലാനുസൃതമായിട്ടുള്ള മാറ്റം വരാത്തൊരു മേഖല ബാലസാഹിത്യ മേഖലയാണെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. കാരണം അടുത്ത കാലം വരെ വന്ന പുസ്തകങ്ങളിൽ പുനരാഖ്യാന പുസ്തകങ്ങളും മുത്തശ്ശി കഥകളും നാടോടി കഥകളും ഹിതോപദേശ കഥകളും ഒക്കെ തന്നെ രൂപം മാറി വന്നുകൊണ്ടിരുന്ന ഒരു പുതുമ അധികം കടന്നു വരാത്തൊരു മേഖലയിലേക്ക് ഭാഗ്യവശാൽ അടുത്ത കാലത്ത് ചില പഴയ എഴുത്തുകാരും അതുപോലെ തന്നെ പുതുതായി കടന്നു വരുന്ന എഴുത്തുകാരും പുതിയ കാലത്തെ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് രചനകൾ നടത്താനായിട്ട് തയ്യാറെടുക്കുന്നുണ്ട്. അത് വളരെ സന്തോഷകരവും ആശ നൽകുന്നതുമായി പ്രത്യാശ നൽകുന്നതുമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം പുതിയ കാലത്തെ കുട്ടി മാറിക്കഴിഞ്ഞു. വളരെ പഴയ ഒരു ജനറേഷൻ ഗ്യാപ്പല്ല ഇപ്പോഴത്തെ. ഇപ്പോൾ എൻ്റെ കാലത്ത് ഞാനും എൻ്റെ അച്ഛനും തമ്മിലുണ്ടായിരുന്ന ഒരു ജനറേഷൻ ഗ്യാപ്പല്ല ഞാനും എൻ്റെ മകനും തമ്മിലുള്ളത്. എൻ്റെ മകനും അവൻ്റെ മകനും തമ്മിലുള്ളത് അതിനേക്കാൾ വളരെ വേഗം ഈ മിനിയേച്ചർ അഡൽറ്റ് എന്നതിൽ നിന്ന് അഡൽറ്റിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു മാനസികാവസ്ഥ കുട്ടിക്ക് ഉണ്ടാവുന്ന ഒരു സമയത്ത് സ്വാഭാവികമായിട്ടും അവൻ്റെ കാലത്തെ പുതിയ മാറ്റങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് കവിതയായാലും കഥയായാലും നോവലായാലും എഴുതാനുള്ള ഒരു ശ്രമം പുതിയ കാലത്തെ എഴുത്തുകാർക്ക് ഉണ്ടാകേണ്ടതുണ്ട്, കുറേ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് വളരെ കാര്യമാണ്. കാരണം കുട്ടിക്ക് എന്ത് വേണം, ഇതുവരെ നമ്മൾ ബാലസാഹിത്യം എഴുതി കുട്ടിയോട് വായിച്ചു എന്ന് പറയുന്ന ഒരു അവസ്ഥ മാറി കുട്ടിക്ക് എന്ത് വേണമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ രീതിയിൽ എഴുതിയിട്ട് അവനെ തൃപ്തിപ്പെടുത്തുന്ന ബാലസാഹിത്യ വിഭവങ്ങൾ എഴുതി കൊടുക്കാൻ തയ്യാറാവണം. അത് തയ്യാറാവണമെങ്കിൽ നമുക്കൊരിക്കലും കുട്ടിയെ മാറ്റാൻ പറ്റില്ല. കുട്ടി ഇന്നത്തെ കുട്ടി പോലെ തന്നെ ഉണ്ടാവുള്ളൂ, കുട്ടിയെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് മാറേണ്ടത് ബാലസാഹിത്യകാരന്മാരാണ്. അടിമുടി പൊളിച്ചെഴുത്ത് ബാലസാഹിത്യകാരന്മാർ സ്വയം ചെയ്യേണ്ടതുണ്ട്, ആത്മവിമർശനപരമായിട്ട് കാണേണ്ടതുണ്ട്. എൻ്റെ കുട്ടിക്കാലത്തെ ഓലപ്പാമ്പ് ഓലപ്പിപ്പിയുമായിട്ട് ഇന്നത്തെ കുട്ടിയുടെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ വളരെ പരിഹാസ്യമായൊരു സമീപനമായിരിക്കും അവനുണ്ടാവുക. അതുകൊണ്ട് അവൻ്റെ ഇന്നത്തെ ഏറ്റവും സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ഗെയിം ഉണ്ടാവും. ആ ഗെയിമിനെ തന്നെ നമ്മൾ കണ്ടെത്തി അതെന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അത് അവതരിപ്പിക്കുമ്പോൾ തന്നെ നേരത്തെ ഞാൻ എൻ്റെ ഒരു ബാല്യകാലത്തുണ്ടായിരുന്ന സനാതനമായിട്ടുള്ള സ്നേഹവും ദയയും സഹാനുഭൂതിയും അനുകമ്പയും പോലുള്ള നല്ല വികാരങ്ങളെ ഈ അവൻ്റെ പുതിയ ലോകത്തേക്ക് മിക്സ് ചെയ്യാൻ ശ്രമിക്കുക, അതിനോട് സമ്മേളിപ്പിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ വിജയിക്കുന്ന എഴുത്തുകാരൻ മാത്രമേ, പുതിയ കാലത്തെ ഉൾക്കൊണ്ടുകൊണ്ട് പുതിയ കാലത്തെ കുട്ടികൾക്കായി പഴയ കാലത്തെ നന്മകളെ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്യുന്ന ബാലസാഹിത്യ രചനകൾ മാത്രമേ കാലാധിവർത്തിയാകൂ, അതിന് മാത്രമേ ചരിത്രത്തിൽ അവശേഷിപ്പുണ്ടാകൂ എന്ന് എനിക്ക് തോന്നുന്നു. പാഠ്യപദ്ധതിയുടെ ഭാഗമായിട്ട് എനിക്ക് തോന്നുന്ന വളരെ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങളാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഇപ്പോൾ ഞാൻ പൂർണ്ണ പബ്ലിക്കേഷൻസിൻ്റെ ഭാഗമായിട്ട് എൻ്റെ ഒരു കൺസൾട്ടൻ്റ് എഡിറ്ററായിട്ട് ജോലി ചെയ്യുന്ന ആളാണ്. അപ്പോൾ എല്ലാ വർഷവും ഞാൻ കുട്ടികളുടെ ഒരു പുസ്തകങ്ങൾ കളക്ട് ചെയ്തിട്ട് സമ്മാനപ്പൊതി എന്നുള്ളൊരു സഞ്ചയമായി എല്ലാ വർഷവും ഇറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ കഴിഞ്ഞ വർഷം ഒരു മെയ് സിതാര എന്ന് പറയുന്ന സുട്ടുമോളെന്ന് വിളിക്കുന്ന മെയ് സിതാര എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ കുറച്ച് LKG കുട്ടിയുടെ കുറച്ച് കഥകൾ ചേർത്തൊരു പുസ്തകം ഇറക്കിയിരുന്നു. അതിലെ ഒരു പൂമ്പാറ്റുമ്മ എന്ന് പറയുന്ന കഥ ഈ വർഷം
3ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള കഥയാണ്. അത് മറ്റാരും ഇടപെടാതെ ആ കുട്ടി സ്വയമായിട്ട് സ്വന്തം ഭാവന പ്രകാരം എഴുതിയതാണ്. അതുപോലെ തന്നെ പുതിയ കാലത്ത് വരുന്ന പാഠപുസ്തകങ്ങൾ, ഇപ്പോൾ എൻ്റെയൊക്കെ ചെറുപ്പകാലത്തെ പാഠപുസ്തകങ്ങളിൽ കുഞ്ചൻ നമ്പ്യാരോ ചെറുശ്ശേരിയോ അല്ലെങ്കിൽ അത്രയും പഴക്കമുള്ള തകഴിയോ ബഷീറിൻ്റെയോ ഒക്കെ പാഠഭാഗങ്ങളല്ലാതെ പുതിയ കാലത്തെ എഴുത്തുകാരുടെ പുതിയ കാലത്തെ കാര്യങ്ങളൊന്നും ആ പുസ്തകങ്ങളിലേ ഉണ്ടായിരുന്നിട്ടില്ല. ഇന്ന് അത് മാറിയിട്ട് പഴയ കാലത്തെയും മധ്യകാലത്തെയും ഏറ്റവും നൂതനമായ കാലത്തെയും രചനകളെ അതിൻ്റെ ഭാഗങ്ങളെയൊക്കെ സന്നിവേശിപ്പിച്ചുകൊണ്ട് ഏറ്റവും മാതൃകാപരമായി തന്നെ തയ്യാറാക്കുന്നത്. പിന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ ചിലതിലൊക്കെ ഉണ്ടാവാം. കാരണം നേരത്തെ പറഞ്ഞതുപോലെ കുട്ടിയുടെ ഒരു ജെൻഡർ സെൻസ് മാറിയിട്ടുണ്ട്, കുട്ടിയുടെ ഒരു സ്നേഹസങ്കല്പമൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തവണത്തെ പാഠപുസ്തകത്തിൽ തേങ്ങ ചിരകുന്ന ഒരു അച്ഛനെ അവതരിപ്പിച്ചൊരു ചിത്രം വരച്ചതൊക്കെ വളരെ ചർച്ചയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ലിംഗനീതിയുടെ അതുപോലെ തന്നെ വർണ്ണ വ്യതിയാനത്തിൻ്റെ ഒന്നും സന്ദേശങ്ങളില്ലാത്ത വളരെ സമത്വസുന്ദരമായിട്ടുള്ള ഒരു ആശയങ്ങളൊക്കെ കൊണ്ടുവരുന്ന പാഠഭാഗങ്ങൾ തിരഞ്ഞെടുക്കുന്നതിൽ പാഠപുസ്തക കമ്മിറ്റി പരമാവധി ശ്രമിക്കുന്നുണ്ട്. അത് കൂടുതൽ കാര്യക്ഷമമാവുകയാണ് വേണ്ടത്. കാരണം പുതിയ കാലത്തെ കുട്ടിയിൽ ആണ് പെണ്ണ് എന്നുള്ള വേർതിരിവില്ല, അവരുടെ സൗഹൃദങ്ങളിൽ അനാവശ്യമായ സങ്കുചിതത്വങ്ങളില്ല, അവരുടെ വേഷവിധാനങ്ങൾ പോലും ജെൻഡർ ഇക്വാലിറ്റിയുടെ ജെൻഡർ ന്യൂട്രൽ യൂണിഫോമിൻ്റെയൊക്കെ ഒരു കാലഘട്ടത്തിൽ കുട്ടി എന്ന് പറഞ്ഞാൽ ആൺ പെണ്ണ് ഒരുമിച്ച് ചേർന്ന ഒരു കുട്ടി എന്ന സങ്കല്പത്തിലേക്ക് മാറിയപ്പോൾ അവനെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിലുള്ള പഠന ഉപകരണങ്ങളാണ്, പഠന രീതികളാണ് പാഠപുസ്തകങ്ങളിലൂടെ ഉണ്ടാകേണ്ടത്. ഒരു പരിധിവരെ അത് വിജയിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഈ പുനരാഖ്യാന പുസ്തകങ്ങൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ബാലസാഹിത്യത്തിൽ മാറ്റം വരേണ്ട ക്രിയാത്മക സർഗാത്മകമായിട്ടുള്ള രചനകളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത് ഞാൻ ഈ ചക്രമാമ്പഴം എന്ന് പറയുന്ന പുസ്തകത്തിലാണത് ഞാൻ ആദ്യമായിട്ട് തുടങ്ങിയത്. ചക്രമാമ്പഴം, അതുപോലെ തന്നെ പെണ്ണായാലെന്താ, ഗോപ, ഭൂമിദയയുടെ ചോദ്യങ്ങൾ തുടങ്ങിയിട്ടുള്ള പുസ്തകങ്ങളിലൊക്കെ ഞാൻ പുതിയ കാലത്തെ കുട്ടിയെ കണ്ട് മനസ്സിലാക്കി അവൻ്റെ ഒരു ലോകത്തെ അവതരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഇതിൽ എത്രമാത്രം ഞാൻ വിജയിച്ചിട്ടുണ്ടെന്ന് എനിക്ക് പറയാൻ സാധിക്കില്ല. ചക്രമാമ്പഴത്തിലൊക്കെ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു ആണ് പെണ്ണ് എന്നതിനപ്പുറത്തേക്ക് ഒരു തേർഡ് ജെൻഡറിനെ വരെ അവതരിപ്പിക്കുന്ന ഒന്നുണ്ട്. പിന്നെ സ്കൂളുകളിലെ സ്നേഹസങ്കല്പമുണ്ട്. സ്കൂളിൽ ലവ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ, പണ്ടൊക്കെ നമ്മുടെ ചെറുപ്പകാലത്ത് ഈ ലവിൻ്റെ ചിഹ്നം, ആ ഇമോജി തന്നെ വളരെ മോശമാണ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ നിന്നൊക്കെ മാറിയിട്ട് സ്നേഹം, നല്ലൊരു ആൺകുട്ടിയും പെൺകുട്ടിയും തമ്മിലുള്ള വളരെ മാതൃകാപരമായൊരു സ്നേഹത്തേക്ക് ഞാൻ അതിൽ പോസിറ്റീവായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ സ്വാഭാവികമായിട്ടും അതുപോലെ തന്നെ കറുത്ത കുട്ടി വെളുത്ത കുട്ടി എന്നുള്ളൊരു വ്യത്യാസം അതൊന്നും കുട്ടികളെ ഭാഗത്തേക്ക് കൊണ്ടുവരാൻ പാടില്ലാത്ത ഒന്നാണ്. അപ്പോൾ ആ രീതിയിലുള്ള പുതിയ കാലത്തെ കുട്ടികളുടെ ഒരു ലോകം മനസ്സിലാക്കിയിട്ട് എഴുതാൻ വേണ്ടിയിട്ടാണ് ആ പുസ്തകങ്ങളിലൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്. പെണ്ണായാൽ എന്താണെന്നുള്ളത് ഒരു സ്കൂൾ ലീഡർ സ്ഥാനത്തേക്ക് ഒരു പെൺകുട്ടി മത്സരിക്കുന്നു, ആൺകുട്ടികളെ എതിർക്കുന്നു. ഒരു ടീച്ചർമാർക്ക് പോലും അധ്യാപകർക്ക് പോലും ആ ഒരു ഇത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഒരു പെണ്ണ് ലീഡറായി കഴിഞ്ഞാൽ ശരിയാവില്ല, അതുകൊണ്ട് ആണിനെ ആക്കാമെന്ന് പറയുന്നു. പക്ഷേ ഇവൾ വാശിപൂർവ്വം മത്സരിച്ചിട്ട് അതിൽ ജയിക്കുകയും എൻ്റെ സത്യപ്രതിജ്ഞാ സമയമായപ്പോൾ ഞാൻ ഇത് എൻ്റെ ഒരു ഐഡൻറ്റിറ്റി, പെൺകുട്ടിയുടെ ഒരു ഐഡൻറ്റിറ്റി ഉറപ്പുവരുത്താൻ വേണ്ടി മാത്രം മത്സരിച്ചതാണെന്ന് പറഞ്ഞുകൊണ്ട് അയാളായിക്കോട്ടെ ലീഡർ എന്ന് പറഞ്ഞ് മാറുന്ന ഒരു കഥയായിട്ടാണുള്ളത്. പിന്നെ പെണ്ണമ്മ തുടങ്ങിയിട്ടുള്ള എല്ലാ കഥകളൊക്കെ തന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ കുട്ടികളുടെ കാര്യത്തിൽ പ്രധാനമാണ്. കാരണം സിനിമകളിൽ ഇപ്പോൾ നമ്മളൊരു തേർഡ് ജെൻഡർ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ നമ്മൾ സിനിമയിലൂടെയൊക്കെ നമ്മൾ തെറ്റായിട്ടാണ് ആളുകളുടെ ഉള്ളിലേക്ക് എത്തിക്കുന്നത്. ഇപ്പോൾ ദിലീപ് അഭിനയിച്ച ആ കഥാപാത്രമാണ്, അല്ലെങ്കിൽ ഒരു ആണിൻ്റെയും പെണ്ണിൻ്റെയും കൂടെ രൂപ സവിശേഷതകളുടെ അല്ലെങ്കിൽ ഒരു സ്വഭാവമാണ് തേർഡ് ജെൻഡറിൻ്റെ എന്നുള്ളൊരു അബോധമായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് സിനിമയൊക്കെ അടിച്ചേൽപ്പിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെയല്ല. ഇപ്പോൾ വിജയരാജ മല്ലിക എന്ന് പറഞ്ഞിട്ടൊരു വളരെ പ്രസിദ്ധമായിട്ടുള്ള കവിയുണ്ട്. അവർ തേർഡ് ജെൻഡറിനെ പ്രതിനിധീകരിക്കുന്ന ഒരാളാണ്. പക്ഷേ സാഹിത്യ അക്കാദമിയുടെ അടക്കമുള്ള എല്ലാ സാഹിത്യ വേദികളിലും നിറഞ്ഞു നിന്ന് വളരെ ആഹ്ലാദത്തോടെ വളരെ ആത്മവിശ്വാസത്തോടെ കവിത ചൊല്ലുന്ന അവരെയാണ് തേർഡ് ജെൻഡറിൻ്റെയൊക്കെ പ്രതിനിധിയായിട്ട് നമ്മൾ അവതരിപ്പിക്കേണ്ടത്. അല്ലാതെ സിനിമയിൽ കണ്ട ദിലീപിൻ്റെ രൂപഭാവത്തെയല്ല. അപ്പോൾ അതൊക്കെ പുതിയ കാലത്തെ കുട്ടികൾക്ക് അങ്ങനെ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ പരിഹസിക്കാൻ തോന്നാത്ത വിധത്തിലേക്ക് ആ കുട്ടികളെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ഇത്തരം രചനകളുടെ ലക്ഷ്യം. അത് സ്വാഭാവികമായിട്ടും കുട്ടികളുടെ ഭാഗത്ത് നിന്ന് സ്വീകരിക്കപ്പെട്ടു എന്നുള്ളൊരു സന്തോഷം എനിക്കുണ്ട്. എങ്കിലും പൂർണ്ണമായിട്ട് വിജയിച്ചു എന്ന് പറയാൻ സാധിക്കില്ല. ഭാവിയിൽ ഞാൻ ചെയ്യാനിരിക്കുന്ന രചനകളിലും ഈ പുതിയ ലോകത്തെ, പുതിയ സ്നേഹസങ്കല്പത്തെ, പുതിയ ലിംഗ നീതിയെയൊക്കെ അവതരിപ്പിക്കാനായിട്ട് ഞാൻ ശ്രമിക്കും എന്ന് ഉറപ്പു തരുന്നു. ബാലസാഹിത്യ കൃതികളിൽ വൈജ്ഞാനിക സാഹിത്യം എന്ന് പറഞ്ഞൊരു മേഖല തന്നെയുണ്ട്. പക്ഷേ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ വിപണിക്കനുസരിച്ച് തയ്യാറാക്കപ്പെടുന്ന പല പുസ്തകങ്ങളുമുണ്ട്. അത് വളരെ സർഗാത്മകതയെ ഇല്ലാതാക്കുന്ന ഒന്നായിട്ട് പലപ്പോഴും അനുഭവപ്പെട്ടിട്ടുണ്ട്. ഉദാഹരണത്തിനിപ്പോൾ ഞാനൊരു പുസ്തകം ചെയ്യാൻ ആലോചിക്കുകയാണ്. ഇപ്പോൾ പഠിക്കാതെ എങ്ങനെ പരീക്ഷ എഴുതാമെന്നൊരു പുസ്തകം ഞാൻ തയ്യാറാവണം, ഈ പരീക്ഷ എഴുതാതെ എങ്ങനെ ജയിക്കാമെന്നൊരു പുസ്തകം ഞാൻ എഴുതുകയാണെങ്കിൽ ഒരു പക്ഷേ അത് ആയിരക്കണക്കിന് കോപ്പികൾ വിറ്റുപോയേക്കും. കാരണം കുറുക്കു വഴികളാണ് പലപ്പോഴും രക്ഷിതാക്കളാണ് അത് വാങ്ങിക്കൊടുക്കുക. ഇപ്പോൾ പഠിക്കാതെ പരീക്ഷ എഴുതാൻ അവന്
പറ്റുമെന്നുണ്ടെങ്കിൽ ഈ പുസ്തകം വാങ്ങിക്കൊടുക്കാമെന്ന് വിചാരിക്കുന്ന രീതിയിലേക്ക് പലപ്പോഴും ഇതിൽ പ്രധാനമായിട്ട് വേണ്ടത് ഒരു സർഗാത്മക കൃതിയാണ് ബാലസാഹിത്യം എന്നുള്ള ഓർമ്മയോടുകൂടി ബോധത്തോടുകൂടി വേണം ഇതിൻ്റെ രചന നടത്താനായിട്ട്. ഇപ്പോൾ വൈജ്ഞാനിക കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ വൈജ്ഞാനിക കാര്യങ്ങൾ പറയുമ്പോൾ അതിനെ വളരെ പാഠപുസ്തകങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് പലപ്പോഴും കുട്ടികൾ ഈ ബാലസാഹിത്യ കൃതികളുടെ അടുത്തേക്ക് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ചെയ്യേണ്ടത് പാഠപുസ്തകത്തിലെ ആ വരൾച്ചയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ ഫാക്റ്റുകളെ തന്നെ ഏറ്റവും മനോഹരമായിട്ട്, അത് നല്ല രീതിയിൽ ആകർഷകമായിട്ട് പഞ്ചസാരയൊക്കെ പൊതിഞ്ഞ് ചെയ്യുന്നത് പോലെ ഈ വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങളെ ഭാവനയുടെയും അതുപോലെ തന്നെ ഭാഷയുടെയും മനോഹാരിതയൊക്കെ കൂടി ചേർത്തുകൊണ്ട് കുട്ടിയെ വായിപ്പിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവരാണ്ട്. സർഗാത്മക സൃഷ്ടി ആയിരിക്കണം ഏത് വൈജ്ഞാനിക സാഹിത്യകൃതിയും. അല്ലാത്ത പുസ്തകങ്ങളെന്ന് പറഞ്ഞാൽ വരൂ കണക്കിൽ മിടുക്കരാകാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പുസ്തകങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അത്തരത്തിലുള്ളൊരു മുദ്രാവാക്യ തരത്തിലുള്ള പുസ്തകങ്ങൾക്ക് അപ്പുറത്തേക്ക് സ്വാഭാവികമായിട്ടും നമ്മൾ ചെയ്യേണ്ടത് എന്ന് ഞാൻ വിചാരിക്കുന്നത് കുട്ടികൾക്ക് ആവശ്യമുള്ള വിജ്ഞാനപ്രദമായ കാര്യങ്ങളെ കൂടി സർഗാത്മകതയുടെ ഒരു മൂടുപടത്തോടു കൂടി തന്നെ, സർഗാത്മകതയുടെ ഒരു ആവരണത്തോടു കൂടി തന്നെ അവതരിപ്പിക്കുകയാണ് വേണ്ടത്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് വായിക്കുന്ന കുട്ടിക്ക് അതിൻ്റെ ആനന്ദം ലഭിക്കുന്നു, അറിവ് ലഭിക്കുന്നു, അതോടൊപ്പം തന്നെ അവന് കൂടുതൽ ഇതിനെപ്പറ്റി അറിയാനുള്ള ആഗ്രഹവും ജനിക്കുന്നു. അല്ലാതെ വസ്തുതാപരമായ പുസ്തകങ്ങൾ ഒരിക്കലും സർഗാത്മക പുസ്തകങ്ങളായി മാറുന്നില്ല. അത് നമുക്ക് ആവശ്യമില്ല. കാരണം വസ്തുതാപരമായ കാര്യങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഓൺലൈനിൽ വളരെ എളുപ്പത്തിൽ ഒരൊറ്റ വിരൽത്തുമ്പിൻ്റെ സ്പർശം കൊണ്ട് കിട്ടുന്നതെല്ലാം നമ്മുടെ കയ്യിലുണ്ട്. പക്ഷേ അതിനെ അവതരിപ്പിക്കുന്ന രീതിയാണ്, ഒരു വിഷയത്തെ അവതരിപ്പിക്കുന്ന രീതി ഏറ്റവും സർഗാത്മകവും ക്രിയാത്മകവും മധുരതരവുമാക്കുക എന്നുള്ളതാണ് ഒരു ബാലസാഹിത്യകാരൻ്റെ കർത്തവ്യമെന്ന് പറയാൻ സാധിക്കും. ബാലസാഹിത്യത്തിൽ ശരിക്കും ഒരു അവാർഡ് പോലെയാണ് കുട്ടികളുടെ പ്രതികരണങ്ങൾ വരുന്നത്. നമ്മൾ ചെയ്തൊരു കാര്യം വളരെ ഗുണകരമായി എന്ന് പറയാനായിട്ട് ഒരുപാട് കത്തുകളൊക്കെ വരാറുണ്ട്. മുമ്പ് കാലത്ത് ഇപ്പോൾ കത്തുകൾ കുറഞ്ഞിട്ടുണ്ട്, മെസ്സേജുകളായിട്ടൊക്കെ വരുന്നുണ്ട്. പുസ്തകത്തിൽ നമ്മൾ ഫോൺ നമ്പർ കൊടുക്കുന്നതുകൊണ്ട് അങ്ങനെ മെസ്സേജുകളായിട്ട് വരും. ഇന്ന പുസ്തകം വായിച്ചു, അതിലെ ഇന്ന കഥാപാത്രം നന്നായില്ല എന്നൊക്കെ പറഞ്ഞുള്ള അഭിപ്രായങ്ങളൊക്കെ കുട്ടികൾക്ക് അഭിപ്രായം പറയുന്നതിൽ ഏത് എഴുത്തുകാരനാണെന്ന് നോക്കേണ്ട ആവശ്യമില്ല. വളരെ ഫ്രീ ആയിട്ട് ഏറ്റവും നല്ല വിധികർത്താക്കളാണ് കുട്ടികളുള്ളത്. അപ്പോൾ എനിക്കതിൽ ഏറ്റവും സന്തോഷം തോന്നിയത് കാരണം എൻ്റെ ഒരു പുസ്തകം വായിച്ചിട്ട് ഒരു പട്ടാമ്പി സ്കൂളിലൊരു കുട്ടി ഒരു കാർഡ് എനിക്ക് അയക്കുകയാണ്. ആ കാർഡിൽ പ്രിയപ്പെട്ട ശ്രീകുമാർ സാർ ഇന്ന പുസ്തകം വായിച്ചു, ആ പുസ്തകം വളരെ ഇഷ്ടപ്പെട്ടു, മറുപടി അയക്കുമല്ലോ എന്നൊക്കെ ചോദിച്ചിട്ട് ആ കാർഡ് എനിക്ക് വരികയാണ്. ഈ കാർഡ് എനിക്ക് വന്നപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി. കാരണം 3ാം ക്ലാസ്സിലെ കുട്ടിയാണ്. അപ്പോൾ ഈ 3ാം ക്ലാസ്സിലെ ഈ കുട്ടിയുടെ ഈ കത്ത് കണ്ട് സന്തോഷിച്ചിട്ട് ഞാൻ എൻ്റെ ഒരു പുസ്തകത്തിൻ്റെ ഒരു കോപ്പി ആ കുട്ടിക്ക് അയച്ചു കൊടുത്തു. ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഉണ്ട് 42 കാർഡുകൾ എനിക്ക് വരികയാണ്. 42 കാർഡുകളിലും ഇതേ വിഷയം തന്നെയാണുള്ളത്, പക്ഷേ പേര് മാത്രമേ മാറ്റിയിട്ടുള്ളൂ. അതായത് ഈ പുസ്തകം കിട്ടിക്കഴിഞ്ഞപ്പോൾ ആ കുട്ടി ക്ലാസ്സിൽ കൊണ്ടുപോയി ഇങ്ങനെ കാണിച്ചു, ഞാനിങ്ങനെ ശ്രീകുമാർ സാറിനെ അയച്ചിരുന്നു. അപ്പോൾ ഈ 42 കുട്ടികളും കൂടി ഈ പേര് മാത്രം മാറ്റിയിട്ട് അത്രയും അതേ വാചകങ്ങൾ തന്നെ എനിക്ക് അയച്ചു തരണം. അപ്പോൾ 42 പുസ്തകം കൊടുക്കാൻ എൻ്റെ ഇല്ലാത്തതുകൊണ്ട് ഒരു 10 പുസ്തകമായിട്ട് ക്ലാസ് ടീച്ചറുടെ കയ്യിലേക്ക് കൊടുത്ത് അത് വലിയ സന്തോഷം തോന്നിയതാണ്. കാരണം ഒരു ക്ലാസ്സിലെ കുട്ടികൾ മുഴുവൻ നമ്മുടെ പുസ്തകം, പിന്നെ എൻ്റെ പാഠപുസ്തകങ്ങളിലൊക്കെ ഉണ്ട്. കഴിഞ്ഞ 3ാം ക്ലാസ്സിലും അതുപോലെ തന്നെ രണ്ട് ക്ലാസ്സുകളിലായിട്ട് കഴിഞ്ഞ തവണ 2ലും 3ലുമായിട്ട് 2 കഥകളുണ്ടായിരുന്നു. മഞ്ഞപ്പാവാട, അതൊക്കെ കേരളത്തിലെ എല്ലാ കുട്ടികളും പഠിക്കുന്നതായതുകൊണ്ട് ഒരുപാട് ഷോർട്ട് ഫിലിമുകൾ അതിനെക്കുറിച്ച് ഉണ്ടാകുന്നു, കുട്ടികൾ വിളിച്ച് പറയുന്നു. നമ്മളെ ഒരു വലിയ ഭാഗ്യമാണത്. ഇപ്പോൾ കുറച്ച് മാറിയ പുസ്തകത്തിൽ 2ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലും ഓരോ കഥകൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എഴുതിയ കഥകൾ പഠിക്കുന്ന കുട്ടികൾ എന്ന് പറയുന്നത് വലിയ സന്തോഷമുള്ള കാര്യം. കേരളത്തിൽ എവിടെ പോയാലും എയ്ഡഡ് സർക്കാർ സ്കൂളുകളിൽ പോയി കഴിഞ്ഞാൽ ഒന്നും പറയണ്ട. നമ്മളെ പരിപാടിക്കൊക്കെ എന്നെ വിളിച്ച് കഴിയുമ്പോൾ തന്നെ അവിടെ ചെന്ന് സ്വാഗതം പറയുന്ന ആളൊക്കെ പറയും വലിയ എഴുത്തുകാരനാണ്, ഇത്ര പുസ്തകം എഴുതിയെന്നൊക്കെ പറയും. പക്ഷേ ഈ കാര്യം പറയാൻ വിട്ടുപോകും. അപ്പോൾ ഞാൻ ഈ പ്രസംഗം തുടങ്ങണം തന്നെ ഇങ്ങനെയാണ്. അല്ല, നിങ്ങൾക്ക് ഇപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞിട്ട് എന്നെ അത്രയൊന്നും അറിയില്ല, എന്നെ അറിയുന്നവരങ്ങൾ വളരെ കുറച്ച് പേരേ ഉള്ളൂ. പക്ഷേ ഞാനൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ എന്നെ ഇഷ്ടമാവും, എന്നെ അറിയും. നിങ്ങൾ പഠിക്കുന്ന മഞ്ഞപ്പാവാട എന്ന് പറഞ്ഞ കഥ എഴുതിയ ആളാണെന്ന് ഞാൻ പറയുമ്പോൾ ഒരു വലിയ ഇതുണ്ടല്ലോ, അത് കുട്ടികളിൽ നിന്ന് കിട്ടുന്ന. അവർക്കൊന്നും നമ്മളെപ്പറ്റി കൊള്ളാം, കഥ കൊള്ളാമെന്ന് പറഞ്ഞിട്ട് അവർക്കൊന്നും കിട്ടാനില്ല. പക്ഷേ ഒരു വലിയ മുതിർന്ന സാഹിത്യകാരൻ്റെ അടുത്ത് ചെന്ന് ഞാൻ നിങ്ങളുടെ കഥ വായിച്ചു കൊള്ളാമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നാളെ എനിക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടാവുന്നുള്ളത്. ഇതങ്ങനെയൊന്നുമില്ല. വളരെ ഫ്രഷായിട്ടുള്ള വളരെ ശുദ്ധമായിട്ടുള്ള ഒരു മറുപടികളാണ്. ഇത് ഓരോന്നും ഒരു അവാർഡ് പോലെ തന്നെ. കുറേ കത്തുകളൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഏത് കത്തെനിക്ക് വന്നാലും ഞാൻ അവർക്കൊരു പുസ്തകം, എൻ്റെ ഏതെങ്കിലും ഒരു പുസ്തകം അയച്ചു കൊടുക്കുകയും ചെയ്യാറുണ്ട്. അതൊരു കിട്ടുന്നവർക്ക് വലിയ കാര്യമായിരിക്കും. കാരണം എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഞാൻ അങ്ങനെ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്, ഏതെങ്കിലും ഒരു എഴുത്തുകാരൻ്റെ പുസ്തകമൊക്കെ കിട്ടുക, ഒപ്പിട്ട് കിട്ടുക എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതൊക്കെ ഒരു വലിയ ഭാഗ്യമുള്ള കാര്യമാണ്. കുട്ടികളുടെ ഫീഡ്ബാക്ക് എപ്പോഴും ഞാൻ സ്വീകരിക്കാറുണ്ട്. പിന്നെ കഥാപാത്രത്തെ അങ്ങനെ കള്ളിയായിട്ട് അവതരിപ്പിച്ചത് നന്നായില്ല എന്ന് ഞാൻ ആലോചിച്ച് നോക്കുമ്പോൾ ശരിയാണ്, അതിൻ്റെ ആവശ്യമില്ലായിരുന്നു എന്ന് തോന്നുകയും ഭാവിയിലുള്ള രചനകളിൽ അതിൽ മാറ്റം വരുത്തുകയും ചെയ്യാറുണ്ട്. അപ്പം തന്നെ എൻ്റെ ഒരു തിരുത്തൽ ശക്തികളായിട്ട് ഈ കുട്ടികൾ മാറുകയും ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ചെറുപ്പത്തിൽ അങ്ങനെ പുസ്തകങ്ങളൊന്നും വായിക്കാൻ കിട്ടിയിരുന്ന ഒരാളല്ല. അപ്പം സർക്കാർ സ്കൂളിലാണ് ഞാൻ പഠിച്ചിരുന്നത്, മണുത്തി സ്കൂളിൽ. എൻ്റെ അമ്മ അവിടുത്തെ ടീച്ചറായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് പുസ്തകങ്ങൾ അങ്ങനെ വല്ല കാലത്തും ഒരു പുസ്തകം കിട്ടും, 2-3 മാസം കൂടുമ്പോൾ ഒരു പുസ്തകം കിട്ടും, 10 ദിവസം കഴിയുമ്പോൾ തിരിച്ചു കൊടുക്കണം. അങ്ങനെ മാത്രമേ നമുക്ക് സാധ്യതകൾ ഉണ്ടായിരുന്നുള്ളൂ. ശരിക്കും എൻ്റെ ഒരു വായന എനിക്ക് ഒരു വളരെ പോസിറ്റീവായിട്ടൊരു വാതിൽ തുറന്ന് കിട്ടിയെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിൽ എറണാകുളം ജില്ലയിൽ ചോറ്റാനിക്കരയ്ക്ക് അടുത്ത് കണയന്നൂർ ഗ്രാമീണ വായനശാല. ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് അവിടെ ഒരു 1.25 രൂപ
ഡെപ്പോസിറ്റും ₹1 വാർഷിക മാസ വരിസംഖ്യയും ചേർത്തിട്ട് ഒരു C ക്ലാസ് മെമ്പർഷിപ്പ് എടുക്കുന്നത്. അത് കൊടുത്താൽ ഒരു പുസ്തകം വായിക്കാൻ കിട്ടും. അങ്ങനെ അവിടെ ചെന്ന് ആദ്യം ഞാൻ അവിടെ നിന്ന് എടുത്ത് വായിച്ച പുസ്തകം എന്ന് പറയുന്നത് MT വാസുദേവൻ നായരുടെ മാണിക്യക്കല്ല് എന്ന് പറയുന്ന പുസ്തകമാണ്. ആ പുസ്തകം വായിച്ചിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞാനൊരു 15 പൈസയുടെ കാർഡ് വാങ്ങിയിട്ട് ഞാൻ പ്രിയപ്പെട്ട MT സാറിന് ഇങ്ങനെ ഈ പുസ്തകം വായിച്ചു, എനിക്ക് ഇഷ്ടപ്പെട്ടു, സാറിൻ്റെ മറുപടി പ്രതീക്ഷിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഞാൻ കത്തയച്ചു. എന്നിട്ട് ഇതിൻ്റെ മറുപടി കാത്തിരിപ്പായി. സ്കൂളിലൊക്കെ പോയി ഞാൻ പറഞ്ഞു ഇങ്ങനെ MTക്ക് കത്തയച്ചിട്ടുണ്ടെന്ന്. MT എന്ന് വെച്ചാൽ നമ്മൾ കണ്ടിട്ടൊന്നുമില്ല, കോഴിക്കോട് എവിടെയാണെന്ന് എനിക്കറിയില്ല. സിനിമകളിലൊക്കെ MT എന്ന് ഇങ്ങനെ കണ്ടിട്ടുണ്ട്, പുസ്തകങ്ങൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ കാത്തിരുന്ന് കുറേ മാസവും ആഴ്ചയൊക്കെ കഴിഞ്ഞെങ്കിലും ഇതുവരെ അതിൻ്റെ മറുപടി കിട്ടാത്തൊരു സംഭവമാണ്. പക്ഷേ അവിടെ നിന്ന് ഞാൻ പിന്നെ MTയുടെ കഥകൾ മാത്രമല്ല, ബാലസാഹിത്യ കൃതികളൊക്കെ തന്നെയും നേരത്തെ പറഞ്ഞ നരേന്ദ്രനാഥിൻ്റെയും മാലിയുടെയൊക്കെ പുസ്തകങ്ങൾ ഏതാണ്ടൊരു 2-3 മാസം കൊണ്ട് ആ ബാലസാഹിത്യ അലമാരി മുഴുവൻ ഞാൻ വായിച്ചു തീർക്കുകയും പിന്നെ കഥയിലേക്കും നോവലിലേക്കും വന്ന ഡിക്റ്റേറ്റീവ് നോവലുകൾ, നീലകണ്ഠൻ പരമാരയുടെ പുസ്തകങ്ങൾ, അതുപോലെ തന്നെ ചുവന്ന കൈപ്പത്തി പോലെ ദുർഗാപ്രസാദ് ഖത്രിയുടെ പുസ്തകങ്ങൾ, ഡ്രാക്കുള പോലെയുള്ള പുസ്തകങ്ങൾ, പിന്നെ പൈങ്കിളി നോവലുകൾ, നാടകങ്ങൾ, ജീവചരിത്രങ്ങൾ, അങ്ങനെ ഒരുപാട് പുസ്തകങ്ങൾ. ഏതാണ്ട് എൻ്റെ ഒരു വായനയെ തൃപ്തിപ്പെടുത്തിയ ഒരു സ്ഥലം എന്ന് പറയുന്ന ഗ്രാമീണ വായനശാല തന്നെയാണ്. അതിൻ്റെ ഒരു വാർഷികത്തിന് എന്നെ വിളിക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ അന്ന് ഞാനൊരു കത്തയച്ചിട്ട് മറുപടി അയക്കാത്ത MTയുടെ അടുത്തേക്ക് എന്നെ പിന്നീട് എത്തിക്കുകയാണ്. കോഴിക്കോട് മാതൃഭൂമിയിൽ എന്നെ എത്തിക്കുന്നു, അദ്ദേഹത്തോടൊപ്പം ഞാൻ ജോലി ചെയ്യുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ വായന എനിക്ക് തന്ന സ്വത്താണ്. ഈ വായനയിൽ കൂടിയാണ് എഴുത്തുകാരെ മുഴുവൻ എനിക്ക് പരിചയം, അല്ലാണ്ട് നേരിട്ട് പരിചയമൊന്നുമല്ല. കോഴിക്കോടുള്ള ഉറൂബിനെ അറിയുന്നു, SK പൊറ്റക്കാടിനെ അറിയുന്നു, NP മുഹമ്മദിനെ അറിയുന്നു, KT മുഹമ്മദിനെ അറിയുന്നു, വൈക്കം മുഹമ്മദ് ബഷീറിനെ അറിയുന്നു, എല്ലാവരെയും ഈ തിക്കോടിയ മാഷെ അറിയുന്നു, MT വാസുദേവൻ നായരെ അറിയുന്നു. ഇതൊക്കെ വായനയിൽ കൂടെ അറിയുന്ന ഒന്നാണ്. അവരെയൊക്കെ പിന്നീട് നേരിട്ട് കാണാൻ സാധിക്കുന്നു. കോഴിക്കോട് ഞാൻ എത്തുന്നു. അങ്ങനെ MT എന്ന് പറയുന്ന ഒരു വലിയ എഴുത്തുകാരൻ്റെ ഉള്ളിലേക്ക് സത്യത്തിൽ പറഞ്ഞാൽ ഞാൻ നടന്നു കയറിയത് ഈ മാണിക്യക്കല്ല് എന്ന് പറയുന്ന പുസ്തകത്തിൽ കൂടിയാണ്. വായന എപ്പോഴും എനിക്ക് ഒരുപാട് വായിച്ചുകൊണ്ടിരിക്കുമ്പോഴേ നമ്മൾ എഴുത്തുകാരനാണെങ്കിൽ വായിച്ചുകൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ എഴുത്ത് വല്ലാണ്ട് കാലഹരണപ്പെട്ടു പോകും. കാരണം ഇന്നത്തെ വായന എന്താണ്, ഇന്നത്തെ എഴുത്ത് എന്താണെന്ന് അറിയണമെങ്കിൽ നമ്മൾ ഇന്നത്തെ സാധനങ്ങൾ വായിച്ചേ പറ്റുള്ളൂ. ഞാനിപ്പോൾ ഒരു കഥ എഴുതുകയാണ്, ഒരു ബാലസാഹിത്യം എഴുതുകയാണെങ്കിൽ ഇന്നത്തെ ബാലസാഹിത്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാവണം, അല്ലാതെ പഴയ കാലത്തെ ഒരു സങ്കല്പം വെച്ചുകൊണ്ട് എഴുതിയിട്ട് കാര്യമില്ല. അതുകൊണ്ട് നല്ലൊരു എഴുത്തുകാരനാവണമെങ്കിൽ തുടർച്ചയായ വായനക്കാരനായേ പറ്റുള്ളൂ. ഇപ്പോഴും എൻ്റെ കണ്ണിൻ്റെയും മറ്റ് തിരക്കുകളുടെയൊക്കെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് പരമാവധി വായിക്കാൻ ശ്രമിക്കുന്നുണ്ട്. വായനയിലേക്ക് എന്നെ എത്തിച്ചത് കണയന്നൂർ ഗ്രാമീണ വായനശാലയിലെ ഒരു ചെറിയ ലൈബ്രറിയാണ്. അവിടുത്തെ ഒരു 5-6 അലമാരികൾ നിറയുന്ന വ്യത്യസ്തതയാർന്ന പുസ്തകങ്ങളാണ്. ആ പുസ്തകങ്ങളിൽ നിന്നാണ് ഞാൻ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ ജനിച്ചത് എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. സ്വാഭാവികമായിട്ടൊരു പക്ഷപാതം വെച്ച് പറയുകയാണെങ്കിൽ എനിക്ക് സ്വാധീനം MT തന്നെയാണ്. കാരണം ആദ്യകാലത്തൊക്കെ നമ്മൾ കഥകളൊക്കെ എഴുതുമ്പോൾ ഞാനുമായിട്ടൊരു പുലബന്ധം ഇല്ലാത്തൊരു നാട്ടിലെ ഭാഷ ഉപയോഗിച്ചൊക്കെ നമ്മൾ എഴുതി തുടങ്ങിയ ഒരു കാലമുണ്ട്. പിന്നെ ബാലസാഹിത്യത്തിലാണെങ്കിൽ പറഞ്ഞ പോലെ നരേന്ദ്രനാഥും മാലിയും കുഞ്ഞുണ്ണി മാഷും സുമംഗല ചേച്ചിയും ഒക്കെ തന്നെ എൻ്റെ ഒരു എഴുത്തിൽ, അതുപോലെ തന്നെ പൈങ്കിളി നോവലിസ്റ്റ് എന്നറിയപ്പെട്ട മുട്ടത്ത് വർക്കിയുടെ ഒരു കൂടെയും കുഞ്ഞുപെങ്ങളും, നന്ദനാരുടെ ഉണ്ണിക്കുട്ടൻ്റെ ലോകം പോലെയുള്ള പുസ്തകങ്ങളൊക്കെ എനിക്ക് പിന്നീട് അതുപോലത്തെ കഥകൾ എഴുതാനല്ല, പക്ഷേ ബാലസാഹിത്യത്തിൽ നമുക്ക് വ്യത്യസ്തമായ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് എന്നെ പഠിപ്പിച്ചത് അവരൊക്കെ തന്നെയാണ്. പൂർവ്വഗാമികളായിട്ടുള്ള എല്ലാ എഴുത്തുകാരും അവരുടെ അനുഗ്രഹങ്ങളും ഉള്ളതുകൊണ്ട് മാത്രമാണ് എനിക്ക് എഴുത്തിൻ്റെ വഴിയിലേക്ക് വരാൻ സാധിച്ചത്. ആരെയും തള്ളി പറയുന്നില്ല, ആരെയും അന്ധമായിട്ട് അനുകരിച്ചിട്ടുമില്ല. പക്ഷെ എങ്കിൽ കൂടിയും ഇവരൊക്കെ തന്നെ എവിടെയൊക്കെയോ ഒരു പ്രകാശ സ്രോതസ്സുകളിൽ നിന്ന് ചൊരിഞ്ഞ ചില നന്മയുടെ കിരണങ്ങളുണ്ട്, വെളിച്ചങ്ങളുണ്ട്. ആ വെളിച്ചങ്ങളൊക്കെ തന്നെയാണ് ഈ വഴിയിലൂടെ നടത്താനുള്ള ഒരു ആത്മധൈര്യം എനിക്ക് തന്നിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ ഒരു വായനാനുഭവം പറഞ്ഞു, എന്നെ ഒരു എഴുത്തുകാരനാക്കിയത് വായനക്കാരനാക്കിയ ഒരു അനുഭവം പറഞ്ഞു. ഈ വായനയുടെ ഒരു സുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് പറഞ്ഞ് ഫലിപ്പിക്കാനായിട്ട് സാധിക്കില്ല. ഒരു പുസ്തകം വായിച്ചു കഴിഞ്ഞു, ഒരു പുസ്തകം വായിക്കാൻ കയ്യിലെടുക്കുന്നു, അത് നമ്മൾ ആദ്യന്തം വായിച്ച് അവസാനിപ്പിക്കുന്നു, അത് വായിച്ചു കഴിയുമ്പോഴേക്കും അടുത്ത പുസ്തകം എടുത്ത് വായിക്കാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാവും. ഇതൊരു തുടർ പ്രക്രിയയാണ്. അങ്ങനത്തെ ഒരു വായനയുടെ ആനന്ദാനുഭൂതിയിലേക്ക് വീണുപോയ കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പിന്നീട് ഒരിക്കലും അതിന് തിരിച്ചു കയറാൻ പറ്റില്ല. അവർ നല്ല വായനക്കാരായി മാറിക്കൊണ്ടിരിക്കുക. എല്ലാവർക്കും എഴുത്തുകാരനാവാൻ പറ്റുന്നിട്ടല്ല, എല്ലാവരും എഴുത്തുകാരാവേണ്ട ആവശ്യവുമില്ല. പക്ഷേ അല്ലാത്ത തരത്തിലുള്ള കുട്ടികൾ, വായിക്കാൻ ആഗ്രഹമുണ്ട് പക്ഷേ എന്ത് വായിക്കണമെന്ന സംശയത്തിലുള്ള കുട്ടികൾക്ക് സ്വാഭാവികമായും വഴികാട്ടികളാവേണ്ടത് രക്ഷിതാക്കൾക്കാവാം, അധ്യാപകർക്കാവാം, ആ കുട്ടിയുടെ അഭ്യുദയകാംക്ഷികളായിട്ടുള്ള ആർക്കും ആവാം. അത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു വായനാ രീതിയല്ല. ഇന്നത് വായിക്കുക എന്ന് പറഞ്ഞ് എടുത്തു കൊടുക്കുന്ന രീതി ഇന്ന് തീരെ പ്രസക്തമല്ല. പകരം നല്ല പുസ്തകങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ട് മക്കളെ, ഈ പുസ്തകങ്ങളൊക്കെ വായിക്കാൻ കൊള്ളാവുന്നതാണ് മക്കളെ എന്ന് പറയുകയും അവരൊക്കെ ആ പുസ്തകം എങ്ങനെ എത്തിച്ചു കൊടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുക പ്രധാനമാണ്. അങ്ങനെ എത്തിച്ചു കൊടുത്ത പുസ്തകങ്ങളിൽ നിന്ന് അവർക്കത് വാങ്ങിയിട്ട് വായിച്ചിട്ട് അവർക്കതിൽ നിന്ന് തള്ളേണ്ടത് തള്ളാനും കൊള്ളേണ്ടത് കൊള്ളാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ നമുക്കൊരു വഴികാട്ടികളാവാം. അവരുടെ വായനാ വഴികളിൽ ഒരു സ്നേഹപൂർവ്വം ഇന്ന സാധ്യതകൾ നിങ്ങൾക്ക് മുന്നിലുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു സാധ്യത ഈ ബാലസാഹിത്യകാരനുണ്ട്, എഴുത്തുകാർക്കുണ്ട്, അധ്യാപകർക്കുണ്ട്, രക്ഷിതാക്കൾക്കുണ്ട്, ആ കുട്ടിയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഉണ്ട്. ബാക്കിയുള്ള തിരഞ്ഞെടുപ്പെല്ലാം അവരുടേത് മാത്രമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ വായന
ഒന്നിനൊന്ന് വ്യത്യസ്തമായ ഒന്നാണ്. ഒരാൾ വായിക്കുന്ന കഥ മറ്റൊരാൾ വായിക്കുമ്പോൾ മറ്റൊന്നായി മാറുന്നു. അതുകൊണ്ട് തന്നെ ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ നമുക്ക് തീർത്ത് പറയാനായിട്ട് സാധിക്കില്ല. അത് ആനുപാതികമായിട്ടുള്ള കാര്യങ്ങളാണ്. കുട്ടികൾ വായിക്കട്ടെ, അവർ വായനയുടെ ഹർഷത്തിലേക്ക് അനുഭൂതികൾ അറിയട്ടെ, അവർ വായനയുടെ അനന്തമായ സന്തോഷ സാധ്യതകളിലേക്ക് നടന്നു കയറട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു.